അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കേക്ക് വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു 2-3 പീസ് കൊടുമ്പുളി ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതിട്ടോ. അതിൽ തന്നെ വെള്ളം വരും. അത് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. ഇനി അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ട നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, വലിയുള്ളി, തക്കാളി, വേപ്പില, പച്ചമുളകാട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കട്ടെ കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് തേങ്ങാക്കൊത്തൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉള്ളി കട്ടയൊക്കെ വെച്ചിരുന്നല്ലോ, അതിട്ടിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാൽ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതവിടെ വഴണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വഴണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മുക്കാൽ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ ചതച്ചെടുത്തിട്ടുള്ള തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നല്ലോണം വഴറ്റണം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരിത്തിരി ഗരം മസാലൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത് അത്രേ ചേർത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. അതൊന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ നമ്മൾ ചെമ്മീൻ അപ്പുറത്ത് വെച്ചത് അതൊന്ന് പാത്ത വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കട്ടെ ചെയ്തത് ഈ മസാലയ്ക്ക്. ഇനി അത് ഒരു 10 മിനിറ്റ് നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ടൊന്ന് ചെറു തീയിലൊന്ന് നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെമ്മീൻമക്ക് ഈ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ. കൊടുമ്പുളി ചേർക്കുമ്പോൾ ആ കൊടുമ്പുളിൻ്റെ ഒരു ഫ്ലേവർ അതിൽ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ മേടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ കുറവുള്ള പോലെ തോന്നി. കാരണം കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നിട്ടൊന്നത് അടച്ച് വെച്ച് വേവിക്കണം, എന്നാലേ നമുക്ക് മസാല പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കുറവായപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നും കൂടി വെള്ളം വലിയണം, അന്ന് നല്ലോണം തിക്കായിട്ട് വരണം. കാരണം ഇനി നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുമ്പോൾ അതൊന്നും കൂടി ലൂസായിട്ട് വരുമല്ലോ. അപ്പോൾ അത്ര വേണ്ടാത്തതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഇതിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഒന്നും കൂടി വയറ്റെടുത്തിട്ട് പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കട്ടെ ചെയ്തത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടാവും. അത് ഒഴിച്ചെടുത്ത് ഞാൻ ആ തേങ്ങാപ്പാലിൽ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തും തേങ്ങാപ്പാലൊക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ചെമ്മീൻ റോസ്റ്റിന് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫ്ലേവർ. അതിലേറെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാൻ പിന്നെ ഒരു ഇത്തിരി ഗ്രേവിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം. മസ്റ്റ് ട്രൈ ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ ചെമ്മീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്ക് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ എന്തെങ്കിലും ഇട്ടിട്ടില്ല, നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം റോസ്റ്റാക്കി വറ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനൊരു ചെറിയ ഗ്രേവിയിൽ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് കിട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.